അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. ഷഹീദായവർക്കെല്ലാം ഇറൈഹന്നാനേ ശറഫാൽ വഴങ്ങ് നിൻ ഇളമന്നാനേ വഹബാൽ തുലൈക്കങ്ങൾ മുറാദും ദൈനാ വക ബിഹഖിഹിം ഉലൈകുൽ ഔനാൽ. സഹൃദയരെ, ആമുഖം നീട്ടാൻ സമയമില്ല. ഞാൻ നേരെ ചരിത്രത്തിലേക്ക് വരികയാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട എളാപ്പ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇദ്ദേഹം തവാഫിനായി കഅബ ശരീഫിലേക്ക് ചെന്നപ്പോഴാണ് അവിടെ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹിയും അവന്റെ സന്തത സഹചാരികളും കൂടി ബനൂ ഹാശിം കുടുംബത്തെ വളരെയധികം പരിഹസിച്ച് സംസാരിച്ച് കൈകൊട്ടിച്ചിരിക്കുന്ന അവസ്ഥയിലുണ്ടായത്. ഏതാവട്ടെ, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിന് മറുപടിയൊക്കെ പറഞ്ഞ് ഒരു കരാറിലെത്തി. നാളെ നേരം പുലർന്നാൽ ഇത് സംഭവിക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ വലിയ കോലാഹലമാണ്. വീട്ടിലുള്ള സ്ത്രീകളൊക്കെ പാടെ വളഞ്ഞ് സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട്, എന്ത് പണിയാണ് നിങ്ങൾ ചെയ്തത്? ആ അബൂജഹൽ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പുരുഷന്മാരെ, സ്ത്രീകളെയും ഒക്കെ അപമാനിച്ച് പറഞ്ഞില്ലേ? അതിന് പകരം ചോദിക്കാതെ തിരിച്ചു പോകുന്നത് ശരിയാണോ? ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദരിമാരെ അടങ്ങും, അത്തരത്തിലൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ സദസ്സിൽ ഉണ്ടായത് വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രം. ആതിഖ ബീവി കണ്ട സ്വപ്നം കളവാണെന്ന് പറഞ്ഞു. ഞാൻ അതിനെ എതിർത്ത് പറഞ്ഞു. അങ്ങനെ ഒരു കരാറിന് ഞങ്ങൾ പിരിഞ്ഞിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ ഞാനതിന് മറുപടി പറയും എന്ന് പറഞ്ഞു. ആ ഭാഗം മഹാനായ കഥാകൃത്ത് സാമ്രാട്ട് മൊയ്യൻകുട്ടി വൈദ്യർ അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഇങ്ങനെ ഉദ്ധരിക്കുന്നു. ഉമതിലങ്ങളെ കുറവ് കൊണ്ട ഭുജകൾ ഇശം ബിയവാശം ഒക്കെ ചെവിയിൽ ധരിത്ത് മനതിൽ പൊരുത്തമിടുവത് മോശം. നമ്മை അതിൻ പകരമേ മൊളിന്തിടറജയിടുന്ന വിശേഷം തക്ക കുറവ് പലർക്കും മൊളിവതിൽ മിക്ക സബബിത് ശേഷം. അമുദമിൻ കയൽകളിൽ അമർന്തമിൻ ഉഗമൈശങ്കയിനാലേ അറ്റം ഒരു വക കുറ്റമണവിടാതുറ്റ നില ഒരു പോലെ. നമ്മിൽ പിറന്തുള്ള പൊരുടരുണ്ടുമേ ഇല്ലയതെങ്കിലോ കാലേ നത്ത ജഹലോടൊരു തിരമനമൈ പത്തിനികൾ മതിമേലേ. അതെ, ആ സ്ത്രീകൾ പറഞ്ഞു, നമ്മുടെ കുടുംബത്ത്, ബനൂ ഹാശിം കുടുംബത്ത് ഒരൊറ്റ പുരുഷന്മാരും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ സ്ത്രീകളായ ഞങ്ങൾ മതി ആ അബൂജഹലിനോടും പാർട്ടിയോടും ചോദിക്കാൻ, മറുപടി ചോദിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും പറയുകയാണ്, അമുദമിൻ കയൽകളിലമർന്തമിൻ ഉഗമശങ്കയിനാലേ അറ്റമൊരു വക കുറ്റം മണവിട ദുറ്റ നില ഒരു പോലെ. നമ്മിൽ പിറന്തുള്ള പുരുടരുണ്ടുമേ ഇല്ലയതെങ്കിലും കാലേ നത്ത ജഹലോടൊരു തിരമന്യമൈ പത്തിനികൾ മതിമേലേ. മതിയണ്ടുരക്ക് ഞാൻ ഉഹുതുകളിൽ ഉന്നി ഇത് കനവണ്ട് ജഹലുറ്റരവനിൽ അധികം പിണങ്ങി ഞാൻ നിലത്തന്നിൽ അതപറ്റൊരു മൊഴി ഊരത്തില്ല അവർ സഭയിൽ വിധമേ കശികവ സ്വബിടും അവനോടൻ പകമൈ അതിയിൽ ഉന്നതും ജമ്പിടുമേ. ആ സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾ വളരെ അച്ചടക്കത്തോടുകൂടെ വീടിനകത്ത് കഴിയുന്ന ആളുകളാണ്, പുറത്തേക്ക് ഇറങ്ങി വരാറില്ല.
നിങ്ങൾ നോക്കൂ, മഹാനായ മോയിൻകുട്ടി വൈദ്യരതിന് ഉദാഹരണം പറഞ്ഞത്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ വെള്ളക്കെട്ടുകളിൽ മത്സ്യങ്ങൾ വസിക്കാറുണ്ട്. ഈ മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ ബിലാൽ എന്ന് പറഞ്ഞൊരു മത്സ്യമുണ്ട്. നമ്മളെ മലപ്പുറം ജില്ലയിലൊക്കെ പറഞ്ഞാൽ കണ്ണൻ എന്നൊക്കെ പറയും. ഏതാവട്ടെ, ആ മത്സ്യത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? വെള്ളത്തിന്റെ 4 പുറത്ത് ആരും ഇല്ല എങ്കിൽ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പതുക്കെ പൊന്തി വന്ന് വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ പാറി നിൽക്കും. ആരുമില്ലാതെ നിശബ്ദരായി നിൽക്കുക. അതിനുശേഷം ആരെങ്കിലും അവിടെ വരികയോ അല്ല വല്ല ശബ്ദം കേൾക്കുകയോ ചെയ്താൽ പെട്ടെന്ന് ആ മത്സ്യം ഒരൊറ്റ പോക്ക. നമുക്കൊക്കെ പരിചയമുണ്ടാവും. ഇതുപോലെ ഞങ്ങൾ ഈ ബനൂ ഹാഷിം കുടുംബത്തിലെ സ്ത്രീകൾ വളരെ അച്ചടക്കത്തിൽ നിൽക്കും. ആരെങ്കിലും പുരുഷന്മാരുടെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഞങ്ങൾ ഓടി അകത്തൊളിക്കും. അത്രയ്ക്കും അച്ചടക്കത്തിൽ യാതൊരു കുറ്റവും ചെയ്യാതെ ജീവിക്കുന്ന ഞങ്ങളെ പോലും അവൻ വെറുതെ വിട്ടില്ല. അങ്ങനെയല്ലേ ചെയ്തത്? ഇത് പറഞ്ഞപ്പോഴാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നാളെ ഞാൻ ചെന്നുകൊണ്ട് അവനോട് ചോദിക്കുന്നത്, പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ ഇരവിലി പടിയണി പാശക്കമിൽ സിരികളൊക്കവെ നിണ്ടേ ഈണമതിൽ പിറിസാനി ദിനമതിൽ ഞാനും ഹറമിലെ ചെണ്ടേ കരിപാടി ചുളിമുഖമില്ലൂറ്റുള്ള ജഹലുമത്തലമുണ്ടേ പാലായനിൽ കിരുവാളറുമതന ഓലായെഴുതണമെണ്ടേ പരസീയത്തിനില്ലത് നടത്തണം എന്നും ചിരിത്തുര പാടി പാശായന് ചെവിയേശി അധികമേ ദേശീയമേ ചൊടിക്കൂടി കരിശണത്തിൽ ഞാൻ അവനിൽ എത്തിടും പരിശതിർത്തവനോടി കാദീറുടെ പതി ഭീതി ഹറമിനുൾ ബാദിയിലൂടെ പുറം ചാടി. അതെ, നേരം പുലർന്നപ്പോൾ രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ സ്വപ്നം കണ്ടതിന്റെ 3-ാം ദിവസം. അതായത് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തവാഫിൽ ചെന്ന ദിവസത്തിന്റെ പിറ്റേ ദിവസം, അതായത് 2-ാം ദിവസം. അതാണ് 2-ാം ദിവസം എന്ന് പറഞ്ഞത്. ഏതാവട്ടെ, ഇന്ന് 3-ാം ദിവസമാണ് സ്വപ്നത്തിന്റെ. ആ സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു കഅബാലയത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ ആരുണ്ട്? കരിപടു ചുളി മുഖമിനുറ്റുള്ള ജഹൽ. അതൊക്കെ വിശദീകരിക്കേണ്ടതാണ്. അതായത് അബൂജഹലിന്റെ മുഖത്തൊരു കരണ്ട്, ഒരു കറുത്ത പടു. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, കരുപടിച്ചുടിയുള്ള ആളാണ് അബൂജഹൽ. അത് വരാൻ പല കാരണമുണ്ട്, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല ഇൻഷാ അല്ലാഹ്. അങ്ങനെ അവനും കൂട്ടാളികളും അവിടെ ഇരിക്കുമ്പോ അബ്ബാസ് കാണേണ്ട താമസം. ഇന്നലെ പറഞ്ഞ കാര്യം ഇന്നുവരെ സംഭവിച്ചിട്ടില്ല. ഇതുവരെ ഇനിയും ദിവസത്തിൽ ബാക്കിയുണ്ട്. എന്നാലും അത് കളവാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ എഴുതി ഞങ്ങള് പരസ്യപ്പെടുത്താൻ പോവുകയാണ്. അയൽ നാടുകളിൽ ആളുകളോടൊക്കെ ഈ വിവരം, നിങ്ങൾ ബനൂ ഹാഷിം കുടുംബക്കാര് കള്ളന്മാരാണ്, കളവ് പറയുന്നവരാണ്, മോശക്കാരാണെന്ന് ഇതാ പറഞ്ഞ് അയൽ രാജ്യങ്ങളിലൊക്കെ കയക്കാൻ പോകുന്നു എന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു മുഖം തുടുത്തുപോയി. കാരണം താൻ ഇന്നലെ പറഞ്ഞു കേട്ട് ക്ഷമിച്ചിരിക്കാം. ഇന്നലെ വീണ്ടും പറഞ്ഞപ്പോ തങ്ങനെ സഹിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് അബ്ബാസ് റളിയല്ലാഹു തആല എഴുന്നേറ്റുകൊണ്ട് അബൂജഹലിന്റെ നോട്ടമാണ്. ഇത് കണ്ടപ്പോ അബൂജഹലിന് മനസ്സിലായി, ഇനി ഇവിടെ നിന്നാൽ പൊടി പോലും കിട്ടുകയില്ല. അങ്ങനെ ഉടനെ അവൻ എന്താ ചെയ്തെന്നറിയോ? പെട്ടെന്ന് ഒരൊറ്റ ഓട്ടം. എങ്ങോട്ടാ ഓടിയത്? കരിശണത്തിൽ ഞാൻ അവനിൽ എത്തിടും പരിശതീർത്തവനോടി കാദീറുടെ പതി ഭീതി ഹറമിനുൾ ബാദിയിലൂടെ പുറം ചാടി ചാടും സമയത്തിൽ നിരന്തേണ്ടുള്ളത്തിലെ പെടി പുകിന്നൊടുന്നവന്റെ വശത്തിലെ ഓടൽ ശരി കേടണ്ടുറച്ച തരത്തിലെ കൂടെ നടന്ന് ഞാൻ ഇറങ്ങി പുറത്തിലെ പുറമിറക്കമതായി അബൂജഹൽ അറിവയാപ്പൊഴുതിൽ പർവ്വത പകുട്ടിന്നൊരു വിളി അത് തരിപ്പെടല. അതെ, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്ന് ആ രൂപം കണ്ടപ്പോൾ മനസ്സിലായി, ഇനി നിൽക്കാൻ പറ്റില്ല. ഒറ്റ ഓട്ട. എങ്ങോട്ടാ ഓടിയെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ ഉള്ളിലേക്ക്, കഅബാലയത്തിലേക്കാണ് അവൻ കടന്നത്. അങ്ങനെ കഅബന്റെ ഉള്ളിലേക്ക് കടന്നു എന്ന് മാത്രമല്ല, അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ടോ നോക്കാം. പക്ഷെ അബ്ബാസ് റളിയല്ലാഹു ഓടിക്കൊണ്ട് തന്നെ വരുന്നത്. നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന നിനക്ക് ഓടിക്കൊണ്ട് കഅബയുടെ ഉള്ളിലേക്ക് എത്തിയപ്പോൾ അവൻ മനസ്സിലായി, ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. അവൻ പെട്ടെന്ന് കഅബയുടെ കിഴക്ക് ഭാഗത്തുള്ള വാതിലിലൂടെ പുറത്തേക്ക് ഒരൊറ്റ ചാട്ടം ചാടിയപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചാടി. രണ്ടുപേരും കഅബയുടെ പുറത്തേക്ക്. പിന്നെയും അബൂജഹൽ ഓടുകയാണ്, നിൽക്കാതെ ഓടുകയാണ്. അവൻ ഓടുന്ന എങ്ങോട്ടറിയോ? ജബൽ ഖുബൈസ് പർവ്വതം.
ചരിത്ര പ്രാധാന്യം അറിയിക്കുന്ന വലിയ പർവ്വതമാണ്. ഒരുപാട് ചരിത്രങ്ങൾ പണ്ഡിതന്മാർക്കൊക്കെ ഉസ്താദന്മാർക്കൊക്കെ അറിയാം. ആ ചെറിയ ജബൽ ഖുബൈസ് പർവ്വതത്തിന്റെ അടുക്കലേക്ക് ഓടി അതിന്റെ താഴ്വരയിലെത്തി. അബ്ബാസ് റളിയല്ലാഹു ചിന്തിച്ചു, ഞാനിങ്ങനെ ഇവന്റെ കൂടെ ഓടുന്നത് ശരിയല്ല, ഒരു ബുദ്ധിയുള്ള ആളാണ്. പേടിച്ചോടുന്നവന്റെ പിന്നിൽ നമ്മൾ ഓടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭൂഷണമല്ല. അതുകൊണ്ട് തന്നെ അബ്ബാസ് റളിയല്ലാഹു സാവധാനം നടന്ന് നീങ്ങാണ്. അങ്ങനെ അവൻ ചെന്ന് ഈ പർവ്വതത്തിന്റെ അടുത്ത് കുറച്ചങ്ങോട്ട് കയറി, അല്പം അങ്ങോട്ട് കയറിയപ്പോഴേക്കും പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് അതാ എന്തോ ഒരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു യുവാവ് അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്. ആ ഭാഗം മഹാനായ കഥാകൃത്ത് ഇങ്ങനെ ഉദ്ധരിക്കുന്നു. പെട്ടേക്കുബൈസിൻ പാകുട്ടിന്നോരട്ടാതിപ്പിട്ടത് തന്നമുതാൻ പിത്തം പാതൈ തീരു ഹസ്തം ശിരസിൽ ബെത്ത് ബിളി ദൂരത്താൻ തിട്ടമെതിക്കുകളൊക്കെയിൽ മുക്കിയ മക്കമിൽ മിക്കവരെ തിങ്കളായി ഉങ്ങൾക്കിറങ്ങിയ ബമ്പല സംഗീതം കേളുവീരേ. ൂബൈസിൻ പാകുട്ടിന്നോരട്ടാതി പിട്ടത് ലംലമുതാൻ പിത്തം പാതൈ തീരു ഹസ്തം ശിരസീനിൽ ബെത്തിബിളി തുരത്താൻ തിട്ടമെതിക്കുകളൊക്കെയിൽ മുക്കിയ മക്കമിൽ മിക്കവരെ തിങ്കളയുങ്ങൾക്കിറങ്ങിയ വമ്പല സംഗീതം കേളുവീരേ. അതെ പ്രിയമുള്ളവരെ, പർവ്വതത്തിന് മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറയുകയാണ്. നോക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ ഒരു ഒട്ടകപ്പുറത്താണ്. ആ ഒട്ടകത്തിന്റെ മൂക്ക് ഛേദിച്ചു കളഞ്ഞിട്ടുണ്ട്, അതിന്റെ ചെവി മുറിച്ചു കളഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവന്റെ വസ്ത്രമൊക്കെ കീറി പറഞ്ഞിട്ടാണ് വിളിച്ചു പറയുന്നത്. എന്തോ ഒരു അപകടം പറഞ്ഞതുപോലെ. അങ്ങനെ തന്നെ അബൂജഹൽ പിന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു മറന്നുപോയി. അദ്ദേഹം പിന്നെ നേരെ നോക്കി എപ്പോട്ടാ എന്തായി കേൾക്കുന്നത്. അങ്ങനെ അദ്ദേഹം വേഗം ജബൽ ഖുബൈസ് പർവ്വതത്തിന് മുകളിലേക്ക് കയറുകയാണ്. ഈ വന്ന് വിളിച്ച് പറയുന്ന ആളാരാ? അബൂ സുഫിയാൻ ബിൻ ഹർബിന്റെ നേതൃത്വത്തിൽ കച്ചവടത്തിന് പോയി തിരിച്ചു വരുമ്പോ വഴിയിൽ വെച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പാർട്ടിയും വരുന്ന വിവരം അറിഞ്ഞപ്പോ ഉടനെ തന്നെ അബൂ സുഫിയാൻ പറഞ്ഞു, നീ എന്ത് ചെയ്യണം, പെട്ടെന്ന് മക്കത്ത് പോകണം, അവിടെ ചെന്ന് മക്കക്കാരോട് വിളിച്ചു പറയണമെന്ന് പറഞ്ഞ് ഒഫാരി ഗോത്രക്കാരനായിരിക്കുന്ന ലംലമിനെ 20 മിസ്കാൽ സ്വർണം കൂലി കൊടുത്തുകൊണ്ട് പറഞ്ഞു വിട്ടതാ. അബൂ സുഫിയാൻ പറഞ്ഞതാണ് ഇങ്ങനെ മൂക്ക് മുറിക്കാനും ചെവി മുറിക്കാനും വസ്ത്രം കയറാനൊക്കെ. അങ്ങനെ വന്ന ആളാണ് ലംലം. അതൊക്കെ വിശദീകരിച്ച് പറയാനുണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ്. അപ്പുറത്ത് പ്രവേശിക്കുകയാണ്, സമയം കുറയുള്ളൂ. കാരണം അങ്ങനെ ലംലം വിളിച്ചു പറഞ്ഞു. ആ വിളി കേട്ടിട്ട് മനസ്സിലായില്ല. അങ്ങനെ അബൂജഹൽ ചെന്ന് പർവ്വതത്തിന് മുകളിലേക്ക് കയറിയെത്തിയപ്പോൾ മുട്ടി ഊമൈകളെ ഒട്ടകം പൊൻകളും പട്ടും പറിത്തിടുവാ മുന്തി മുഹമ്മദും തൻ തുണയർകളും വന്നിരിക്കുന്ന അറിവീ ഒട്ടും ആദിന്നുങ്ങൾ കിട്ടി അനുഭവിച്ചിട്ടിട നിത്യമാം ഓ മഹാലാക്കളെ താമഹാലാക്കുമൈ കമന സത്യമാം സത്യം അംവിളി എത്തിടും കണ്ടു നിടത്തിടുക തരമേ സ്വൈഹത്ത് ലംലമിൻ മൊയ് കേട്ട് ജാഹിലും ഹൈറത്ത് ബുക്കുളമേ അത്തൂറയോർകൾ താരിത്തവർ ദാറിലകത്തുള്ള പേരടവേ അങ്കണം തന്നിൽ ഈ റങ്ങിടുന്നെന്റെ പിൻകൊള്ളെ പാത്തിടവേ. അതെ, അബൂ സുഫിയാൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഓടിയ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി പർവ്വതത്തിന്റെ ശിഖരത്തിലെത്തിയപ്പോൾ ലംലമിനെ കണ്ടു. ലംലം വിളിച്ചു പറഞ്ഞ എന്താ, മക്കക്കാരായ ആളുകളെ, നിങ്ങളുടെ സമ്പത്തിത അപഹരിച്ചിരിക്കുന്നു, മുഹമ്മദും പാർട്ടിയും വന്ന് ഇതാ പിടിച്ചെടുത്തിരിക്കുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ആ സമ്പത്ത് നിങ്ങൾക്ക് കിട്ടുകയില്ല, അത് നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. ഈ വാർത്തയാണ് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി അറിയുന്നത്. ഇത് കേട്ടപ്പോ അവനാകെ ബുദ്ധി ഭ്രമിച്ചുപോയി. എന്താണ് അവന് സംഭവിക്കുന്ന അറിയുന്നില്ല, ആകെ ഒരു അസ്വസ്ഥനായി. അങ്ങനെ അവൻ ആ അസ്വസ്ഥയോടുകൂടി ഇനി എന്ത് വേണമെന്ന് ചിന്തിച്ചു. ആള് വലിയ ബുദ്ധിമാനാണെന്ന് അഹങ്കരിക്കുന്ന ആളാണ്, ചിലപ്പോ പറ്റ മോശം. അതുകൊണ്ടാണ് അബൂജഹലിന്റെ പേരിട്ട് അതൊക്കെ പറയേണ്ടതാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ എങ്ങനെയാവട്ടെ, അങ്ങനെ ഈ അബൂജഹൽ ഈ വാർത്തകൾ കേട്ടപ്പോ അവൻ എന്ത് ചെയ്യുന്നറിയോ, പെട്ടെന്ന് അവിടെ നിന്നുകൊണ്ട് അവൻ
ജനങ്ങളുടെ നേരെ തിരിഞ്ഞു. ആ സമയത്ത് ആളുകൾ ഇങ്ങനെ ഈ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി 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 വരിക. ഈ ശബ്ദത്തിന്റെ ഒച്ച കാരണം അത് ആ മക്കത്തുള്ള ആ പരിസരത്തുള്ള ആളുകളൊക്കെ ഓടിക്കൂടി. അങ്ങനെ എല്ലാവരും കൂടി എത്തി നോക്കുമ്പോൾ കത്തിരി വിട്ടവർ എത്തി വീശർത്തുയർ അത്തിരി പാർപ്പതിയിലേ കണ്ടി ജഹൽ ചേണം കുണ്ടിൻ മുകൾ കൊള്ള ചെണ്ടിടയിളം നമിലേ അവസ്ഥയാനത്തെയും വിസ്താരം ഉത്താരി വെത്തിടലായി എത്തിയ വാർത്ത ഉറ്റോർത്തൂടൽ വേർത്താരി മൂർത്തി എന്നാർത്തിടലായി ഈ കാറിയ അഹ്ൽ മക്കികളെ മുതൽ ഒക്കെ മുഹമ്മദ് താൻ ഇന്ന താലത്തിനിൽ വന്ന് പാറിത്തവൻ എന്നും അബൂ സുഫിയാൻ. അതെ, മുഹമ്മദും പാർട്ടിയും നമ്മുടെ സമ്പത്ത് അപഹരിച്ചിരിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണാം. മാത്രമല്ല അബൂജഹൽ വിളിച്ചു പറയുകയാണ്, പ്രിയമുള്ളവരെ, മക്കത്തുള്ള മുഴുവൻ ആളുകളുടെ സമ്പത്തും ആ കച്ചവടത്തിലുണ്ട്. ആ കച്ചവടത്തിലുള്ള ആ സമ്പത്ത് മുഴുവൻ പോയിരിക്കുകയാണ്. എല്ലാവർക്കും ബേജാറാണ്. അതുകൊണ്ട് നാം ഈ സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഇനി അങ്ങ് ജീവിക്കും. കാരണം നാം ഷാമിലേക്ക് അറബികളെ കച്ചവടത്തിന് പോയി പതിവുണ്ട്. ആ പോകുമ്പോൾ ഒരുപാട് സമ്പത്തുമായി ലാഭമായ തിരിച്ചു വരാറ് പതിവ്. ഈ സമ്പത്തിന് തിരിച്ചു വന്നിട്ടുണ്ട് 50,000 പോലെ ലാഭത്തോടുകൂടെ. അങ്ങനെ നമ്മളുടെ മക്കൾ തിന്നുണ്ടെന്ന മുതലാണ് ഈ മുഹമ്മദ് പാർട്ടി പിടിച്ചെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വേവലാതിപ്പെടുകയാണ്. ദുഃഖമേറാനൊരു പക്കമേ ജീവുള്ളവോർ സ്വർണ്ണമീനൊപ്പരം മരണം ഭാവിപ്പതും കരണം എന്തോ. അതെ, നമ്മുടെ മക്കളും ഭാര്യമാരും കുട്ടികളും അനുഭവിക്കേണ്ടുന്ന സമ്പത്താണ് ഇവർ പിടിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ രൂപം നമുക്കറിയാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്രമിക്കാൻ പോയി സമ്പത്ത് വാങ്ങാനല്ല പോയിരിക്കുന്നത്. ഇവർ മദീനത്തേക്ക് പലായനം ചെയ്തപ്പോ അവരുടെ സമ്പത്ത് മുഴുവൻ വീടുകളും ഈത്തപ്പഴ തോട്ടങ്ങളും ഒക്കെ കണ്ടുകെട്ടിയത് ആരാ? ഈ ഖുറൈശികളാ. ആ സമ്പത്തുമായിട്ട് അബൂ സുഫിയാൻ പോയി. അതിന് ന്യായമായി ചോദിച്ചാൽ വാങ്ങാൻ വേണ്ടി ഇറങ്ങി. ഏതാവട്ടെ, അബൂജഹലിന്റെ വാക്കുകൾ കേട്ടപ്പോ എല്ലാ ആളുകളും വളരെ വിഷമത്തിലായി. അതുകൊണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒന്നും കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കി അബൂജഹൽ പറഞ്ഞപ്പോൾ അതാ മക്കക്കാര് മുഴുവൻ ഇനി എന്താണ് ചെയ്യുന്നത്? അടുത്ത ഇശയിലൂടെ മഹാനവറുകൾ ഉദ്ധരിക്കുന്നു. മഹാകൂറ്റിനാൽ അബൂജഹൽ നാദായി പോൽ ഉറത്തതിന ദേശത്തുള്ളോ ഖുറൈശി മൂപ്പർ സകലവും ചെവിത്ത് ഹൈറാ തരിത്ത് നിപ്പ സഭികളെ എടുത്തണൈത്ത് നിലവിളിയായി പേശി പേദർ കിളവികളും അണിയവ പിടിത്ത് തമ്മിൽ അലമുറയും അയ്യരം കൂട്ടാൽ കിടുകിട അറിந்து ഹാമിലെല്ലാം തലവർ ചിലർ ഭയത്തിൽ ചെണ്ട് ശരികളി സമാധാനവും ബിനാകൾ കേട്ടും അലപ്പെട്ട് മാൽ പാരിത്തിടുന്ന അഹമ്മദിന്റെ അറുദീനങ്ങൾ പരുത്തും വേണ്ടും കല്ലകമിടും പോൽ ശുദ്ധൈകൾ കഥ കേട്ടിട്ടും അരിശമലേ അരിശത്തിനാൽ സറഹതെല്ലാം കഠിനമില്ലാണ്ട് വേഗം പുറപ്പെട്ടോരായി പരികൾ ഭാവീർകളും വാഹനം പല പല പരിശീലനാലും ഒരു കിടല. പ്രിയമുള്ളവരെ, അബൂജഹൽ റളിയല്ലാഹു അൻഹുവിന്റെ ആ വാർത്ത മക്കത്തുള്ള മുഴുവൻ ആളുകളും കുഞ്ഞനടക്കം വീട്ടിലുള്ള സ്ത്രീകളും വൃദ്ധകളും വയോധികരുമായ എല്ലാവരും കേട്ടുകഴിഞ്ഞു. ആ സമയത്ത് എല്ലാവരും വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ ഇതാണ് കേൾക്കുന്നത്. പിന്നെ എല്ലാവരും ഓടുകയാണ്.
കരച്ചിലും പിരിച്ചിലും ആകപ്പാട് അലമുറയിട്ടും സ്ത്രീകളൊക്കെ അവരുടെ കുട്ടികളെ മാനത്തോട് അണച്ചുകൊണ്ട് കരയുകയാണ്. ഞങ്ങൾക്ക് ഇനി സമ്പത്ത് എവിടെ നിന്ന് കിട്ടും, ഞങ്ങൾ എങ്ങനെ ജീവിക്കും? കാരണം ഇങ്ങനെ പറയാൻ കാരണം ഇന്നത്തെ പോലെയല്ല, അന്ന് പട്ടിണിയും പരിവാരവുമായിട്ട് ഒരുപാട് വിഷമമുള്ള കാലഘട്ടമാണ്. ഈ സമ്പത്ത് വന്നിട്ട് വേണം നമുക്ക് ഭക്ഷണം വാങ്ങാൻ. അങ്ങനെ ഇതൊക്കെ പോയപ്പോഴാണ് അവർ കരയുന്നത്. അങ്ങനെ ഇതൊക്കെ ആയപ്പോ കുറെ പുരുഷന്മാർ, വീടുകളിലെ പുരുഷന്മാർ അവരുടെ വീടുകളിലേക്ക് ചെന്നിട്ട് സഹോദരിമാരോട് പറഞ്ഞു, നിങ്ങൾ കരയരുത്, നിങ്ങൾ കരയരുത്, ഞങ്ങൾ മക്കൾക്കാരെ എന്തിനു പോകുന്ന ആളുകളാണ്. ആ മുഹമ്മദിനെ എതിർക്കാൻ, അവനോട് പകരം ചോദിക്കാൻ ഞങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അടക്കി നിർത്തി. അപ്പൊ സ്ത്രീകൾ ക്ഷമിച്ചു. അങ്ങനെ അടങ്ങിയപ്പോൾ പിന്നെ ചെയ്തതെന്താണെന്നറിയോ? അബൂജാഹിൽ അപ്പോഴേക്ക് ഇറങ്ങി വന്ന് ആ മക്കത്ത് വന്ന് എല്ലാവരും വിളിച്ചു കൂട്ടി. അവൻ എപ്പോഴും എന്താ അറിയോ, എല്ലാവരും വിളിച്ചു കൂട്ടും. എന്നിട്ട് ഒരൊറ്റ പ്രശ്നം, അവൻ നേതാവാണ്. യഥാർത്ഥത്തിൽ അവനല്ല നേതാവ്, തുബയാണ് നേതാവ്. ഏതാവട്ടെ അങ്ങനെ അബൂജാഹിൽ എന്താണ് പറഞ്ഞതെന്നറിയോ? എത്രയും പെട്ടെന്ന് നിങ്ങൾ വീടുകളിൽ പോയി നിങ്ങളുടെ കരങ്ങളിലുള്ള ആയുധങ്ങൾ എന്താണ്, വാളോ കുന്തോ മുറിയോ ചാട്ടുടിയോ എന്താണ്, യോക്ക് എടുത്ത് വേഗം പുറപ്പെടും എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഈ സ്വത്ത് സംരക്ഷണത്തിന് വേണ്ടി പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. അവരുടെ കയ്യിലുള്ള വാളുകളും കുന്തങ്ങളും ഒക്കെ എടുത്ത് പുറപ്പെടും. അബൂജാഹിലാണ് ആദ്യം പുറപ്പെട്ടത്. അവന്റെ കുതിരയുടെ പേരാണ് ഹൗദജ് എന്ന കുതിര അവൻ ചമയത്തുകൊണ്ട് പുറപ്പെട്ടു. അങ്ങനെ അതോടുകൂടെ അവന്റെ കൂടെയുള്ള ആളുകൾ ആരൊക്കെയാണ് പുറപ്പെടുന്നതെന്ന് അടുത്ത വരിയിലൂടെ ഇങ്ങനെ കേൾക്കാം. തമയർനാമം ബിരുത്തിടുവാൻ അബുൽ ഹക്കം സഹൽ ഹംലല തെന്നും സമ്മത്തും ഉമൈറും അംറും ഹർമലത്തും വഹബുൽ ഉത്ബതനും അബുൽ ഉസൈറും നബിഹും ശൈബാ അബുൽ അതായ അസ്വദ് നൗഫൽ ആമീർ ഉഖൈലും ഖലീൽ അബൂ വിദാ തെനും അബ്ദുല്ലാ നളറോഡ് അബുൽ ലൈസും പിൻ അബുൽ കബ്ഷും. അതെ, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ. ആ ആളുകളുടെ പേരാണ് മഹാനായ മോയിൻകുട്ടി വൈദ്യർ. ഈ മോയിൻകുട്ടി വൈദ്യരെ പറ്റി ഒന്ന് അല്പം പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം ഒരു മഹാനാണ്, വലിയ സ്ഥാനത്തുള്ള ആളാണ്. മാത്രമല്ല അദ്ദേഹം നിമിഷ കവിയാണ്. ഈ നിമിഷ കവി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പാട്ടിലൂടെ കാര്യങ്ങളൊക്കെ പറയാൻ കഴിയും. ഇദ്ദേഹം 20 വയസ്സിലാണ് ഈ ബദർ കെട്ടിയുണ്ടാക്കുന്നത്. ഇതിന്റെ മുന്നേ ബദറുൽ മുനീർ ഉസുൽ ജമാൽ എന്നൊരു കാവ്യമാണ് അദ്ദേഹം കെട്ടിയത് ആദ്യം. അങ്ങനെ അത് കെട്ടിയപ്പോൾ അതൊരു നോവൽ കഥയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരന് ഇഷ്ടപ്പെട്ട ആളുമായ തങ്ങളുപ്പാപ്പ കൊണ്ടോട്ടി തങ്ങള് മോയിൻകുട്ടിയോട് ചോദിച്ചു, അല്ല മോയിൻകുട്ടി, ഈ ബദറുൽ മുനീർ ഉസുൽ ജമാൽ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ബദറുൽ കുബ്ര ഉണ്ടായിക്കൂടെ? അതിനെന്താ കുഴപ്പം, ഉണ്ടാക്കാറ് എന്ന് പറഞ്ഞ് അത് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. കുറെ ദിവസം കഴിഞ്ഞപ്പോ മോയിൻകുട്ടി ഇത് ചെയ്തെന്താ അറിയോ? തങ്ങളുപ്പാപ്പ അറിയാതെ ബദർ എങ്ങനെ കെട്ടിത്തുടങ്ങി, ആദത്തിലെ അരിഫ് മുതൽ എങ്ങനെ കെട്ടിത്തുടങ്ങി. അങ്ങനെ കെട്ടി വന്നു. പക്ഷെ ഈ വിവരം തങ്ങളുപ്പാപ്പ പറഞ്ഞിരുന്നു. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞപ്പോ തങ്ങൾ ചോദിച്ചു, അല്ല മോയിൻകുട്ടിയെ, ബദർ എവിടെ എത്തി? തങ്ങളെങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ബദർ അബൂജഹൽ പുറപ്പെടാനായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ പാട്ട് എഴുതിയിട്ടില്ല. അബൂജഹലിന്റെ പുറപ്പാടിന്റെ പാട്ട് എഴുതാണ്ട്, അത് മനസ്സിലാ, അതുവരെ എഴുതിയിട്ടുള്ളൂ. എന്നാൽ എങ്ങനെയാണ് അബൂജഹൽ പുറപ്പെടാൻ കണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. ആ സമയത്ത് പെട്ടെന്ന് എഴുതിയിട്ടൊന്നുമില്ല, മനസ്സിലായി ചിന്ത എന്നുള്ളൂ. എന്നെ തന്നെ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞതറിയാം. പുറപ്പെട്ട ബുജാഹിലുടൻ കിബ്ർ പൊങ്കിയളുന്തിലി ബാസ് ചമൈന്ത് പുതുമാഹസഭിത്തികൾ വൈത്ത ഹരീറുമുടുത്തിടവേ മികമികവായ പട്ടുകളാൽ ഉള്ള മേൽമ ചട്ടകളും ആരൈ നാട ചൊട്ടികളും പല പണി പുതുവായ തുത്തൊരു ഹാത്തം വിരൽക്ക് പതിത്തിടലായി. അതെ, അങ്ങനെ ആ മഹാനവറുകൾ അബൂജഹൽ പോകുന്ന രൂപമാണ് ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതറിയോ? ഹൗദജ് എന്ന കുതിര നല്ലവണ്ണം ചമയിച്ച്
തന്റെ വസ്ത്രങ്ങളോ പട്ട് ലിബാസുകളൊക്കെ കെട്ടി കുടമണികളൊക്കെ കെട്ടി അദ്ദേഹം പുറപ്പെട്ടു. അങ്ങനെ കൂടെ അതിനോട് അടുത്തതായി ബാക്കിയുള്ള ആളുകൾ പുറപ്പെട്ടു. എന്നാൽ മക്കയിലുള്ള എല്ലാ ആളുകളും പുറപ്പെടാൻ പിന്തുന്ന ആളുകളുണ്ട്. അവരൊക്കെ അടിച്ച് പറഞ്ഞാൽ പറഞ്ഞ് ശരിപ്പെടുത്തി പുറപ്പെടുക. അങ്ങനെ അവർ പുറപ്പെടുമ്പോൾ ആരോ ഒരാൾ പിന്തി. അതാരാണ്? അടുത്ത ഈശ്വരിലൂടെ ഇങ്ങനെ കേൾക്കാം. പുറപ്പെട്ടിടുവാനായി പൊളിവലവനിക്ക് പകരം അവൻ തന്നെ അയത്തിട്ടാൻ ചുരപ്പെട്ടൊരുങ്ങിയ കുഫീർ ചുജായികൾ അനതില്ല ജനങ്ങൾ ചിലവെല്ലാം സുഖം പുല്ലശിപ്പാന കൈക്കൊണ്ടവർ ഇരു സിദ്ധമഹാബീര തലവന്മാർ പുറപ്പെട്ടിടുവാനായി മറുവാല പുലക പവനിൽ മുഹജത്താൽ കുതമില്ലേ പൊളിയോൻ അവനിക്കൈ പകരം ശുജായിയാം അസി അവൻ തന്നെ അയത്തിട്ടാൻ ചുരപ്പെട്ടൊരുങ്ങിയ കുഫീർ ചുജായികൾ അനതില്ല ജനങ്ങൾ ചിലവെല്ലാം സുഖം പുല്ലശിപ്പാന കൈക്കൊണ്ടവരിരു സിദ്ധമഹാബീര തലവന്മാർ ഉറങ്ങിയിട്ടവർ നാമമ്മ ഉരൈവാൻ അതുള്ള ലഅനത്തുടയവൻ ജഗൽ താമം കേമ തല്ല ബംബർ റഹ്മത്തുടയവർ അമ്മുൻ നബി അബ്ബാസ് അവർ താമം. അതെ, അവര് പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങിയപ്പോ എല്ലാ ആളുകളും കൂട്ടത്തിലെ ഒരു മനുഷ്യൻ അബൂലഹബ് എന്ന അദ്ദേഹത്തിന്റെ നാമം നമുക്കറിയാം. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിനെ കൂടുതൽ എതിർത്ത ആളുമാണ്. നോക്കുങ്ങളെ, അദ്ദേഹം ഒരു ചെറിയൊരു പറച്ചിൽ, എനിക്ക് പനിയാണ്, എനിക്ക് സുഖമല്ല, വെറുതെ പറഞ്ഞ ഏതായിട്ട് അസുഖമാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്താൻ തുടങ്ങി. യഥാർത്ഥത്തിൽ അതല്ല കാരണം. എന്താ കാരണം അറിയുന്നത്? യഥാർത്ഥത്തിൽ കാരണം അദ്ദേഹത്തിന് അറിയാം, ആത്തിക്ക ബീവി സ്വപ്നം കണ്ടിട്ടുണ്ടോ അത് ഉറപ്പായിട്ട് സംഭവിക്കും, അതിൽ യാതൊരു സംശയമല്ല. അത് കൈക്കുള്ളത്, അത് അദ്ദേഹം പറയുന്നു. അത് പുറത്തു പറയാൻ വയ്യല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ സംഭവം ഇവിടെ മക്കത്തുള്ള മുഴുവൻ നേതാക്കൾക്കും അപകടം സംഭവിക്കുന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് ഞാനോട് പിന്താണ്, മൂപ്പര് പതുക്കണം പിന്തി. എന്നാൽ ഈ പിന്താണെങ്കിൽ നമുക്കൊരു കുഴപ്പം വേണ്ട. അബൂജഹലിനോട് പറഞ്ഞു, ഞാനൊരാളെ പറഞ്ഞയച്ചു തരാം. അദ്ദേഹം ആസി എന്ന് പറയുന്ന ഒരാളെ അദ്ദേഹം പറഞ്ഞു. അത് ഈ അബൂജഹലിന്റെ സഹോദരനാണ്. ആസിമു ബിൻ ഹിഷാം അദ്ദേഹത്തെ പറഞ്ഞയച്ചു. അദ്ദേഹത്തോട് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ പോകണം, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾ എനിക്കൊരു 4000 വെള്ളി കടം തരാണ്ടല്ലോ, അത് നിങ്ങൾ തരണ്ട. ഈ പോകുന്നതിന് വേണ്ടി ഈ 4000 വെള്ളി ഞാൻ വിട്ടു തന്നിരിക്കുന്നു. അത് പറഞ്ഞ് ആസിമിനെ ഇദ്ദേഹത്തിന് ബദലായി പറഞ്ഞയച്ചു. അങ്ങനെ അബൂലഹബ് അല്ലാത്ത ബാക്കിയുള്ള മുഴുവൻ ആളുകളും അതാ അബൂജഹലിന്റെ കൂടെ പുറപ്പെടുകയാണ്. എന്നാൽ ഈ പുറപ്പെട്ടു പോകുമ്പോൾ മനുഷ്യന്മാരാണല്ലോ, ഭക്ഷണമൊക്കെ വേണമല്ലോ. ആ ഒരു പോകുന്ന സമയത്തിന് ഭക്ഷണ സാധനങ്ങളൊക്കെ കയ്യിലുണ്ട്. ഇന്നത്തെ പോലെ ഹോട്ടലൊന്നും ഇല്ലല്ലോ. ആ ഭക്ഷണ സാധനങ്ങളും വാഹനങ്ങൾക്കുള്ള തീറ്റകളും ഒക്കെ കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടി ചെറിയൊരു സമിതി രൂപീകരിച്ചു. ഒരു 12 ആളുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഭക്ഷ്യവകുപ്പ് നിങ്ങളാണ്, ഇവർക്കുള്ള ഭക്ഷണങ്ങൾ സാധനം. ആളുകൾ കുറേ നമുക്കറിയാം. ആരൊക്കെയാണ്? അബൂജഹൽ അനത്തുല്ലാഹി അലൈഹി തന്നെ ഒന്ന്, രണ്ടാമത്തെ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ തന്നെ തുഐമത്ത്, ഉതുബത്ത്, അങ്ങനെ ഹാരിസ്, നളറ്, അതുപോലെ അബുൽ ബുഹ്തർ, ഒരുപാട് ആൾ. ഈ 12 ആൾ കൂടെ ഏറ്റെടുത്ത് അങ്ങനെ അവർ പുറപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ എല്ലാം ഇവറൽഫും ശുജാഅത്തുടെ മലം പുലികൾ കവായത്തും പെരിയവർ ഇവരിന്ന അബൂജഹൽ അവനും കുറെ ശുജാഇകളും തറുക്കി തല്ലൊരു നാളിൽ മല്ലാലുടലൊക്കും അറിവാൻ ഒരു നെടിയിലുടെ തൊൾനാടു തന്നെ ജഗൽ നീണ്ടേ മല്ലാലുടലൊക്കും അറിവാൻ ഒരു നെടിയിലുടെ തോൽ നടു തന്നിൽ ജഗൽ നീണ്ടേ മത്തുൽ ബഹുതീരർ പിടിത്തീട്ട അബൂജഹൽ ചുമടയിളക്കി പഞ്ചല്ലബായേ മത്തുൽ ബഹുതീരർ പിടിത്തീട്ട അബൂജഹൽ ചുമടയിളക്കി പഞ്ചല്ലബായേ ചൊല്ലാൻ ഇരുകാലം ചുമടും അടിത്തടം ഒഴികെ പല ചിഹ്നം പെരുവായേ ചോരൻ തനൈ പാദം ഹത്തുവ തിളക്കിടൈ അറമയനും റാവി മൊഴിവായേ. അതെ, അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി അവൻ പഠിച്ച വ്യക്തിയാണ്, വീരശൂര പരാക്രമിയാണ്. കാരണം ഇവൻ എല്ലാത്തിലും മുന്നിലാണ്. മറ്റുള്ള ആളുകൾ പുലികൾക്ക് തുല്യേ, വനങ്ങളിലുള്ള വള്ളിപ്പുലികൾക്ക് തുല്യേ ചാടുന്ന ആളുകളാണ്.
അങ്ങനെ എല്ലാവരും കൂടെ കൂടും. അങ്ങനെയല്ല, കുട്ടികൾ സുഹൃത്തുക്കളൊക്കെ പാടെ കൂടുമ്പോൾ എന്നാൽ നമുക്ക് എല്ലാവരും ആർക്കാ ഇതിന് മുൻപിൽ കൂടുതൽ ശക്തി, കൂടുതൽ അഭ്യാസം അറിയാം എന്നൊക്കെ ചോദിക്കാം. ഇതുപോലെ അബൂജഹൽ ചോദിച്ചു, അല്ല സഹോദരങ്ങളെ, കൂട്ടുകാരെ, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെക്കാൾ കൂടുതൽ ശക്തി എനിക്കാണ്, ഞാനത് തെളിച്ചു തരാം. അപ്പൊ അല്ല, ഞങ്ങൾക്കാണെന്ന് മറ്റുള്ളവർ വാദിച്ചു. അങ്ങനെ പരസ്പരം തർക്കായി. അവസാനം അവർ ചെയ്തെന്നറിയോ, ഒരു ഒട്ടകത്തിന്റെ ഉണങ്ങിയ തോല് കൊണ്ടുവന്ന് അവിടെ വിരിച്ചു. ആ ഒട്ടകത്തിന്റെ തോല് വിരിച്ചിട്ട് ആ ഒട്ടകത്തിന്റെ തോലിൽ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി നടുവിൽ അങ്ങനെ നിന്നു. നിൽക്കുന്ന നമ്മൾ സാധാരണ നിൽക്കുമ്പോഴല്ല, കളരി അറിയിക്കുന്ന ഒരു കാര്യം, ചോടി ഒരൊറ്റ നിർത്താം. ആ നൃത്തങ്ങൾ നിന്നിട്ട് പറഞ്ഞു, ഇനി എന്നെ ഇളക്കാൻ ധൈര്യമുള്ളവരാരാ, ഒന്നങ്ങോട്ട് വരുമോ. അങ്ങനെ വന്നിട്ട് പല ആളുകൾ 4 പുറം നിന്നു. 4 പുറം നിന്നിട്ട് നോക്കുമ്പോ എല്ലാവരും ഇത് പിടിച്ചു വലിക്കുന്നുണ്ട്. പക്ഷേ മല്ലാലുടല്ലുക്കും അറിവാനൊരു നെടിലുടെ തോൽ നടുതനിൽ ജഗൽ നീണ്ടേ മത്തുൽ ബഹദീർ പിടിതീട്ട ഭുജകൾ ചുമടയിളപ്പിക്കുവാൻ ജലബായേ. ചെല്ലാനിരുകാലം ചുമടും അടിത്തലം ഒഴികെ പല ചിഹ്നം പരിവാനേ ചോരൈ തനെ പാദം ഹത്തുവ തിളകിടൈ അറമയനും റാവി മൊഴിവാനേ ബെല്ലാനവരും ഒരു പേരൊരുവരെ ഭയക്ക ശുജഅത്തൽ മികവാണോ വേഗം കഴിയുമ്പോൾ തിറമിൽ ചമയവും അണിന്ത് അന്തികൾ പുറപ്പെട്ട. അതെ, അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി ചോട് ചവിട്ടിവിടെ നിന്ന് നോക്കുമ്പോ അദ്ദേഹം മറ്റുള്ളവരൊക്കെ പിടിച്ചു വലിക്കുന്ന ആ പിടിയിൽ ആ കഷ്ണം കണ്ട് പോരാന്നല്ലാതെ യാതൊരു അനക്കമല്ല. 4 പുറമുള്ളവരെ പിടിച്ചു, ഒരു കഷ്ണം വിട്ടപ്പോൾ അത് വിട്ട്, രണ്ടാമത്തെ കഷ്ണം പിടിച്ചു, അതും പോന്നു. ഇങ്ങനെ പിടിച്ച് കഷ്ണങ്ങൾ മുഴുവൻ 4 പുറം പോയി. ഈ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹിയുടെ പാദം വെച്ച ആ ഭാഗമല്ലാത്ത ബാക്കിയുള്ള ഭാഗം മുഴുവനും വലിച്ചെറിഞ്ഞു കഴിഞ്ഞു. നോക്കുമ്പോൾ എന്നിട്ടും അബൂജഹൽ അടക്കല്ല, അങ്ങനത്തെ അബൂജഹലാ പുറപ്പെടുന്നു. അങ്ങനെ അവൻ സർവായുധ വിഭൂഷിതനായിക്കൊണ്ട് ആ മക്കത്ത് നിന്ന് പുറപ്പെട്ടു. അതിന്റെ കൂടെ 1249 പേര്, അങ്ങനെ 1250 ആളുകളാ പുറപ്പെടുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ എല്ലാവരും കൂടെ പുറപ്പെട്ട് അവിടെ നിന്ന് നേരെ പോകുന്നത് ബദർ ഭാഗത്തേക്കാണ്. ഇൻഷാ അല്ലാഹ് അബൂജഹലിന്റെ പുറപ്പാടിനെ കുറിച്ച് അടുത്ത ഈസിലാണ് അത് അവതരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത സുപ്രസിദ്ധ ഗാഥികൻ ബഹുമാനപ്പെട്ട ജഅഫർ സഖാഫിയും അദ്ദേഹത്തിന്റെ പിന്നണി സുഹൈൽ സഖാഫിയും അവരെ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്.